ക്ലബ്സിൽ വന്നിട്ട് നൈസായിട്ടൊരു സുലൈമാനി അടിച്ചതിന് ശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങി നിരങ്ങും. ഞാൻ നിരങ്ങില്ല, ഞാൻ വണ്ടിയിലിരിക്കും. ജാസ്മിൻ നിരങ്ങിട്ട് തിരിച്ചു ഞാൻ നിരങ്ങും, എനിക്ക് നിരങ്ങണം. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിഗ് ബോസ് കോണ്ടൻ്റാണ്. ചിലപ്പോൾ നിങ്ങൾ പല വ്യക്തികൾക്കും തോന്നാം ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണോ, അല്ലെങ്കിൽ ഇത് സംസാരിച്ചത് കൊണ്ട് എന്താണ് ഈ ലോകത്ത് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ കാറ്റഗറി ഓഫ് ആൾക്കാരോട് നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് അടിച്ച് പോവാം. താല്പര്യമുള്ള വ്യക്തികൾ മാത്രം ഇരുന്നിട്ട് ഈ കോണ്ടൻറ്റ് കണ്ടാൽ മതി. ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് താരമായിട്ടുള്ള ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ്. ജാസ്മിൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാലോ. ബിഗ് ബോസ് ഇപ്പം 7ാമത്തെ എപ്പിസോഡാണ് ഈ ലാസ്റ്റ് കഴിഞ്ഞത്. ഈ 7 എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഓർത്ത് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എൻ്റെ ഫേവറേറ്റ് ബിഗ് ബോസ് സീസൺ പറയാൻ എനിക്കറിയില്ല. പേളി ശ്രീനീഷ് ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ശ്രീനീഷ് ഇറങ്ങിയതിന് ശേഷം കുറേ ഗോസിപ്പൊക്കെ വന്നിരുന്നു കേട്ടോ. ശ്രീനീഷിന് ആരൊക്കെയോ എന്തൊക്കെയോ ആയിരുന്നു, പിന്നെ അത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ള, ഇൻ്റർവ്യൂ വന്നിട്ടുള്ള, കോൺട്രവേഴ്സി വന്നിട്ടുള്ള, റിയാക്ഷൻ വീഡിയോ വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ജാസ്മിൻ ഗബ്രി വിഷയം. അറിയാലോ, ജാസ്മിൻ ആൻഡ് ദിസ് ഇസ് ഗബ്രി. ഇവർ രണ്ടുപേരും ബിഗ് ബോസ് സീസൺ ടീമായിരുന്നു. ഐ തോട്ട് സീസൺ 6 ഇവർ രണ്ടുപേരും അതിനുള്ളിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും ഒരു ബെസ്റ്റ് ഫ്രണ്ട് മോഡല്ല. ഇവരൊരു കണ്ടസ്റ്റൻ്റായി കയറുന്നു, പിന്നെ ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് കുറേ ടു ആൻ എക്സ്റ്റെൻറ്റ് പലതും അതിര് കടന്നു പോയിട്ടുണ്ട്. ആ സമയം ജാസ്മിൻ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് ജാസ്മിൻ്റെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞത് ഒരു പർട്ടിക്കുലർ വ്യക്തിയായിട്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആളുടെ പേര്. ആളിപ്പോൾ കറൻ്റ് കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അത് പോയി കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഓൾറെഡി വേറൊരാളുമായിട്ട് കമ്മിറ്റഡായി. അതിന് ശേഷം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയതോടുകൂടി പിന്നെ ഈ പർട്ടിക്കുലർ വ്യക്തിയായിട്ട് ഭയങ്കര ക്ലോസ്, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഉയരാണ്, കൽബാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഡിസ്കഷനായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ളത്. ഈവൻ ലാലേട്ടൻ്റെ പല എപ്പിസോഡുകളിലും ലാലേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ബന്ധം എന്ന്. അപ്പോൾ ഇവളും പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ബന്ധമാണ്. എന്ത് ബന്ധമാണെന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ടാണോ ചോദിച്ചാൽ ഫ്രണ്ടല്ല, ലവറാണോ ചോദിച്ചാൽ ലവർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ളൊരു എന്താണ് ഒരു ബന്ധം, ബെസ്റ്റ് ബന്ധമോ അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റോ എന്തോ ഒരു ബന്ധമായിരുന്നു. ഇവർ തന്നെ ക്ലാരിറ്റി കൊടുത്തിട്ടില്ല. പിന്നെ അത്യാവശ്യം അതിൽ നല്ല ടോക്കായി. ജസ്മിൻ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ പുറത്തുള്ള ബോയ് ഫ്രണ്ടിന് ഭയങ്കര ഹേർട്ടായി. ബോയ് ഫ്രണ്ട് ഓഫ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്തു, ചാറ്റുകൾ എക്സ്പോസ് ചെയ്തു, ഫോട്ടോസ്, അവരുടെ പേഴ്സണൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തു. അന്ന് ഭയങ്കര ഹേറ്റായിരുന്നു ഈ പർട്ടിക്കുലർ ആൾക്ക്. അതിന് ശേഷം ഇപ്പം സെക്കൻഡ് ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് കല്യാണം ഉറപ്പിച്ച ബോയ് ഫ്രണ്ട് ഇപ്പോൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് പുള്ളിയും നല്ല അടിപൊളിയായി ജീവിക്കുന്നുണ്ട്. പുള്ളീൻ്റെ ഭാര്യയും നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായി ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് ഉണ്ടായിരുന്നു. ഉണ്ടാവാതിരിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. പുറമൊരു കാമുകനെ വെച്ചിട്ട് ഉള്ളിൽ പോയിട്ട് കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങൾ. പക്ഷേ ലേറ്റർ ഓൺ ജാസ്മിൻ ആ ഒരുപാട് നെഗറ്റീവിൽ നിന്ന് വളർന്നു വന്ന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയിലോട്ട് പോയി. ജാസ്മിൻ ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ്ഡ് ആണ്. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ജാസ്മിൻ അന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ഇവർ വ്ളോഗ് എടുക്കാൻ തുടങ്ങി, ഇവർ സ്പെൻഡ് ചെയ്യുന്നു, ഹോട്ടൽ ഫുഡ് കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ ചാനലിൽ ഇങ്ങനെ തുരുതുരയായി ഇങ്ങനെ ഇടുന്നുണ്ട്. അതിനുശേഷം ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലുള്ള 15 കണ്ടന്റിലും ജാസ്മിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകർത്ത് അരളങ്ങ് പോവുകയായിരുന്നു. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, 2 കുടുംബങ്ങളും തെറ്റി രണ്ട് വഴിക്കായിട്ടുണ്ട്. ജാസ്മിൻ്റെ അക്കൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജാസ്മിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പോസ്റ്റോ ഫീഡോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എല്ലാ പോസ്റ്റും എല്ലാ റീൽസും ഒക്കെ അതുപോലെ തന്നെ ഇങ്ങനെ തുരുതുര അവിടെ കിടക്കുന്നുണ്ട്. ചില പോസ്റ്റുകൾ ജാസ്മിൻ ഗബ്രീനെ ടാഗ് ചെയ്തത് ഗബ്രി റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗബ്രി കറൻറ്റ്ലി ഇപ്പോൾ ഗബ്രീൻ്റെ അക്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഫോമിലാണ്. നമുക്ക് അക്കൗണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ തൊട്ട് മുമ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്ന സ്ക്രീൻ റെക്കോർഡിലൊക്കെ ഗബ്രി എല്ലാ പോസ്റ്റുകളും കാര്യങ്ങളും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താ വേണം അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഗബ്രീൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ജാസ്മിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഗബ്രി ഡിലീറ്റ് പണ്ടാച്ച് ഇട്ടിട്ടുണ്ട്.
ഇതിൽ കൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ജാസ്മിൻ ആൻഡ് ഗബ്രി തെറ്റി തള്ളി പെറിഞ്ഞ് 2 വഴിക്കായിട്ടുണ്ട്. ഇവിടെ വരുന്ന ആദ്യത്തെ ഒരു ചോദ്യം, ജാസ്മിൻ എന്തുകൊണ്ട് റിമൂവ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവണ്ട, ചർച്ചയാവണ്ട, വർത്താനം ആവണ്ട, എല്ലാവരും കൂടെ എൻ്റെ കൊക്കിന് കയറി പിടിക്കേണ്ട, എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ജാസ്മിൻ റിമൂവ് ചെയ്യാത്തത്. മേ ബി ഇനി റിമൂവ് ചെയ്യാതിരിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഗബ്രി എല്ലാ പരിപാടിയും ഒഴിവാക്കി അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കണികയായി കാണിച്ച ആൾക്കാരാണ്. കുറേ ആൾക്കാർ അതിന് താഴെ നിങ്ങൾ ഒരുമിച്ചാവണം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, നിങ്ങളുടെ കോംബോ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവരും കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മോട്ടിവേറ്റഡ് ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞ കുറേ ടീമുകളെല്ലാം ഇപ്പോൾ ആ മൂലയ്ക്ക് ഇരുന്ന് കരയുന്നുണ്ടാവും. കാരണം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു യൂട്യൂബറായിരുന്നു ജാസ്മിൻ ടിൽ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് വരെ ജാസ്മിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ ഈവൻ ആളുടെ മേക്കപ്സ് ആണെങ്കിലും ആളുടെ എല്ലാം ഞാൻ ഇരുന്ന് കാണലുണ്ട്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും എഡ്സ് വന്ന് പറഞ്ഞ് സംസാരിച്ച കാര്യങ്ങളും എല്ലാം കൂടെ കണ്ട സമയത്ത് പേഴ്സണലി ഭയങ്കര ഒരു ഹെയ്റ്റ് തോന്നി. അത് കഴിഞ്ഞ് ആൾ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ചേഞ്ച് ആയിരുന്നു. പഴയ ജാസ്മിനിൽ നിന്ന് ബിഗ് ബോസിനുള്ളിലുള്ള ജാസ്മിനിൽ നിന്ന് പുറത്തിറങ്ങിയ ജാസ്മിന് ഭയങ്കര ഒരു മാറ്റം. ഈവൻ ആളുടെ ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും മേക്കപ്പ് സെൻസ് ആണെങ്കിലും എല്ലാത്തിലും. ഈവൻ ജാസ്മിൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്പ്രേനോടുള്ള അഡിക്ഷൻ അല്ലെ എൻ്റെ വാച്ചിനോടുള്ള അഡിക്ഷൻ എല്ലാം എന്നെ പഠിപ്പിച്ചത് ഗബ്രിയാണ്, ഗബ്രിക്കാണ് ഈ സ്മെല്ലിനോട് അട്രാക്ഷൻ, ഗബ്രിയിൽ നിന്നാണ് ഈ ബ്രാൻഡ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ജാസ്മിൻ്റെ കുറേ ചേഞ്ചസിന് അല്ലെ ജാസ്മിനെ കുറേ സപ്പോർട്ടായി നിന്ന വ്യക്തി ഗബ്രി തന്നെയാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. ആൻഡ് ജാസ്മിനും കുറേ പറഞ്ഞിരുന്നു ഇവരുടെ വീഡിയോയിലൊക്കെ. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായി പോകുന്നുണ്ട്. എന്നാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് മേ ബി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റോ കെയറോ കൺസേണോ ഒന്നും ജാസ്മിൻ ചിലപ്പോൾ പുറത്തിറങ്ങിയ പാട് കൊടുത്തിട്ടുണ്ടാവില്ല. ജാസ്മിൻ ഓഫ്കോഴ്സ് പുറത്തിറങ്ങിയ പാട് ഒരുപാട് കണക്ഷൻസ് കൂടി, ഒരുപാട് കമ്പനി കൂടി, ഒരുപാട് ഗ്യാങ് കൂടി. ആ ഗ്യാങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ പോകുമ്പം അതിന് ഗബ്രീൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്ത് ഗബ്രി തെറ്റിയതാണോ അല്ലെങ്കിൽ അവരുടെ ഇടയിലും അല്ല, അതും എനിക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് തോന്നുകയാണ്. പക്ഷേ ഗബ്രി അങ്ങനെയല്ല, ഗബ്രിക്ക് അതിലും വലിയ കണക്ഷൻസ് ഉണ്ട്, ഗബ്രി അതിലും കൂടുതൽ ജോലിയാകുന്നുണ്ട്. എന്തായാലും അവരുടെ ഒരു പേഴ്സണൽ കാര്യമായിരുന്നു. പക്ഷെ ഒരു സീസൺ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സംഭവബഹുലമായ കഥ ഇപ്പം ഹദ ഗുദ എന്ന് പറഞ്ഞതുപോലെ രണ്ടും വഴിക്കായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ എടുത്തത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടൊന്ന് പറയണം. ലൈക്ക് ഇവർ തെറ്റിയോ, അല്ലെ ഇവർ തെറ്റണായിരുന്നോ, അല്ലെ ഇവർ മിണ്ടണായിരുന്നോ, എന്തുകൊണ്ടായിരിക്കും ഇവർ തെറ്റിയത്. ഇവൻ ഞാൻ കുറേ കമൻസ് കണ്ടത് ജാസ്മിൻ്റെ എക്സുമാരുടെ പ്രാക്കുകൊണ്ടായിരിക്കും ഇതങ്ങ് പോയത്. ഐ ഡോണ്ട് തിങ്ക് സോ. അവർക്ക് മനസ്സിലായി അവർ രക്ഷപ്പെട്ടു, അവർ കല്യാണം കഴിച്ചു, അവരിപ്പോൾ നല്ല അടിപൊളിയായിട്ട് 2 എക്സും നല്ല അടിപൊളിയായിട്ട് അവരവരുടെ പാർട്ട്ണറുമായിട്ട് ജീവിക്കുന്നുണ്ട്. നല്ല കുട്ടികളാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് അവർ ലീഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സുമാരെയൊന്നും ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് വീഡിയോയിലിടേണ്ട ആവശ്യമുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കുറേ കമൻസ് ഉണ്ട് കേട്ടോ, മിക്സഡ് ഓഫ് കമൻസ് ഉണ്ട്. അവരുടെ റിസെൻറ്റ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അധികം കമൻസ് ചെയ്യാനില്ല, കുറച്ചും കൂടെ യൂട്യൂബിലാണ് കണ്ടത്. So നമുക്ക് വായിക്കാം. Maybe this is just for online audience, so people can't drag his friend's name in comment box, but offline they are still together. Who knows, as we saw him angry 2-3 days ago in his comment box because of the allegation on him and dragging other girls in the comment box. If they are in relationship, it makes sense to unfollow each other, but if they are friends, there might be very solid reason to unfollow each other. എന്നും പ്രശ്നമാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. രണ്ടാൾക്കും 2026 ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു വിഷമം, അവർക്കില്ലാത്ത വിഷമം. എത്ര നല്ല വർക്ക്സ് ഉണ്ടായിരുന്നു, ചാനലായിരുന്നു, ഇനി അതൊന്നും കാണാൻ പറ്റില്ലല്ലോ. വാട്ട് ഹാപ്പൻ ടു യു ഗൈസ്? ഇത്ര ചൈൽഡിഷ് ക്യാരക്ടർ ഒന്നും പറയാനില്ല. സ്വയം കുഴിച്ച കുഴിയിൽ വീഴാൻ ട്രൈ ചെയ്യുമ്പോൾ എന്ത് പറയാനാണ്? ഇങ്ങനെ ഒരു മിക്സഡ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് കേട്ടോ. ഇവരുടെ കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്കൊക്കെ സംബന്ധിച്ച് ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്. എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് നല്ല കുത്തുന്ന രീതിയിൽ പറയുന്നുമുണ്ട്. ഇപ്പം ഞാൻ കമൻസ് എടുത്ത് വായിക്കുകയല്ല, കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മേ ബി ഇത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യും, ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ലിറ്ററലി സ്പീക്കിംഗ് ഒരുപാട് പേര് ഇവരുടെ കോംബോ, ഇവരുടെ ഒരു വൈബ് എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലാവും.
പിന്നെ എത്രയൊക്കെ ആണെങ്കിലും ഇറ്റ്സ് ദെയർ പേഴ്സണൽ ഇഷ്ടമാണ്. ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും മുന്നോട്ട് പോകുന്ന സമയത്ത് അത് നല്ല രീതിയിലല്ല പോകുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്കാക്കി ഫ്രണ്ടോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം താല്പര്യമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബന്ധമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ബന്ധമാകുമ്പം അത് വളരെ പോസിറ്റീവ്ലി അതങ്ങ് സോൾവ് ഔട്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് ദ വേൾഡ് നെവർ ചേഞ്ചസ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പണ്ട് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ആലോചിക്കും, അയ്യോ ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിൽ നിന്ന് കംബാക്ക് ചെയ്തു എന്നൊക്കെ ആലോചിക്കുന്ന നമ്മൾ വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് കംബാക്ക് ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ സംതിങ്, മേ ബി ജാസ്മിൻ ഇറ്റ്സ് വിൽ ബി എ വെരി പെയിൻഫുൾ, അല്ലെങ്കിൽ ഗബ്രിക്ക് ഇറ്റ്സ് വെരി പെയിൻഫുൾ, ബട്ട് യു തിങ്ക് ദിസ് ഇസ് നോട്ട് ഗുഡ്, ഓർ ഇത് ഹാപ്പി അല്ല, ഇത് പോസിറ്റീവിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ നിങ്ങളതായ രീതിയിൽ മൂവ് ഓൺ ആവുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ലൈഫ് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ തെളിയിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക, നമ്മളെ ഹാപ്പിനെസ്സിൽ. സോ ഇപ്പം ഞാനിതൊരു കോണ്ടൻ്റായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വിഷയമായിട്ടുണ്ടെങ്കിലും ദേ നെവർ മൈൻഡ്, ദേ ലിവ് ദേ ലൈഫ് ഹാപ്പിലി. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.